യുദ്ധോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിനൊരുങ്ങി ഇന്ത്യ. ഇതിനായി 100 മെഗാവാട്ട് ശേഷിയുള്ള ഇരട്ട റിയാക്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുക. പ്രതിരോധ മേഖലയിൽ വമ്പൻ നീക്കത്തിനാണ് ഇന്ത്യ ഒരുങ്ങിയിരിക്കുന്നത്. ഏതൊരു ആക്രമണമുണ്ടായാലും ഞൊടിയിടയിൽ തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണ്. അത്തരത്തിലുള്ള അത്യാധുനിക ആയുധങ്ങളാണ് സൈന്യത്തിന്റെ പക്കലുള്ളത്. ഇന്ത്യയുടെ പുതിയ നീക്കം ശത്രുക്കളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് സംഘർഷ സമയങ്ങളിൽ യുദ്ധക്കപ്പലുകളുടെ ഓപ്പറേഷണൽ റേഞ്ചിനെയും കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ള ശേഷിയും ബാധിക്കും. ഇന്ധനം തീരുന്നതിന് മുമ്പ് തിരികെ നാവിക താവളത്തിലേക്ക് എത്തിക്കേണ്ടി വരും. ഇത് തന്ത്രപ്രധാനമായ സാഹചര്യങ്ങളിൽ തിരിച്ചടിയുണ്ടാക്കും. മാത്രവുമല്ല, അടുത്ത 30 മുതൽ 40 വർഷത്തിനുള്ളിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത, വില വിതരണ ശൃംഖല എന്നിവയിൽ ഉണ്ടായേക്കാവുന്ന അനിശ്ചിതത്വം നാവികസേനയെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഇന്തോ പസഫിക് മേഖലയിൽ സാന്നിധ്യം ശക്തമാക്കാനും പ്രവർത്തന വ്യാപ്തി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. മേഖലയിലെ പ്രധാന നാവിക ശക്തിയായി നിലനിൽക്കണമെങ്കിൽ ഇന്ധനം നിറയ്ക്കാൻ ഇടയ്ക്കിടെ തീരത്തെത്താതെ തന്നെ ദീർഘകാലം കടലിൽ തുടരാനും അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പലുകൾ വേണം. അതിനാലാണ് പുതിയ തരം യുദ്ധക്കപ്പലുകളെ പറ്റി നാവികസേന ആലോചനകൾ ആരംഭിക്കുന്നത്.